കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ സാക്ഷ്യത്തിൽ ഒന്നെന്താ വെച്ചാൽ, നീതുവിൻ്റെ സാക്ഷ്യം വിശുദ്ധമായി ഇപ്പം നമ്മൾ പത്രം കൊടുക്കുന്നത് തന്നെ വിശുദ്ധമായ ഒരു കാര്യമാണ്. പത്രത്തിൻ്റെ പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകും. ഞങ്ങൾ ആൾക്കാർക്ക്, അയ്യോഭാവികൾക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവർക്കും ആവശ്യമില്ലാതെ വിമർശിക്കാൻ ഇടമുണ്ടാകാതിരിക്കാൻ വേണ്ടി പല എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ്. പത്രത്തിൻ്റെ 10,000 അനുഭവങ്ങൾ അടക്കമുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അല്ല, ഒരു നീതു പത്രം കൊടുക്കാൻ എങ്ങനെയാണെന്നറിയാമോ? നീതു പറയണത്, ഞാൻ ഓരോ പത്രം കൊടുക്കും മുമ്പ് ഞാൻ ഉറപ്പ് വരുത്തും എന്താണ്, അവരെ എനിക്ക് പരിചയമില്ലാത്തവരാണ്, ക്രിസ്തുവിന് പരിചയമില്ലാത്തവരാണെന്ന്. അതാണ് വിഷയം. നീതി കുറച്ച് അടുപ്പമുണ്ട്. കാര്യം സത്യസന്ധമായിട്ടാണ് ചെയ്യണത്. ഒക്കട്ടെ കിട്ടിയ കുട്ടി പോയ ചട്ടി എന്ന് പറഞ്ഞല്ല ചെയ്യണത്. അതാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് തന്നെ ഇത്തിരി സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതാണ് അമ്മ പറയണത്. സ്വപ്നത്തിൽ അവ ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അവൾക്ക് തന്നെ സംശയമുണ്ട്. എന്താ സംശയം? അവൾ എന്താ പറയുക, അത്രയും സാധനമാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കാര്യം PSCയുടെ 400 സ്കൂളുണ്ട് പരീക്ഷയുടെ. PSCയുടെ 400 സ്കൂളുണ്ട് പരീക്ഷയുടെ. അപ്പോൾ ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് ഈ ജോലി തരുമെന്ന്, നീ എനിക്ക് തരുമെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ ഒരു കൈയൊപ്പ് ഈ അലോട്ട്മെൻറ്റിൽ ഉണ്ടാകണം. ഇവർക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ അവരുടെ വർക്ക് സത്യസന്ധമാണെങ്കിൽ അവർക്ക് എങ്ങനെയും ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ചിലർക്ക് വാ വിളിക്കുമ്പോൾ തന്നെ വാ മൂടടാന്ന് മാതാവ് പറയും. എന്താ കാര്യം? വർക്ക് സത്യസന്ധമല്ല. അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യണത്. വെയിലത്ത് നിന്ന് പോയി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. അപ്പോൾ മാതാവ് എന്നിട്ട് ഇവക്ക് ഉടമ്പടി വെച്ച വിഷയത്തെക്കുറിച്ച് ഇവർക്ക് സംശയമാണ്. എന്താ കാര്യം? ഞാനത് മാതാവിനോട് പറയണ സംഭവം ശരിയല്ല. തന്നെയല്ല, എന്താ ശരിയല്ലാത്ത പറഞ്ഞ കാര്യം, കേരളത്തിൽ 400 സ്കൂളിലെ പരീക്ഷാ സെൻ്ററുണ്ട്. ഇപ്പം ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കണത്, നീ എനിക്ക് ജോലി തരുമെങ്കിൽ നീയാണ് തരണമെന്ന് എനിക്കറിയണം. അതിനെന്ത് ചെയ്യണം? ഞാൻ പഠിച്ച സ്കൂളിൽ പരീക്ഷ വെക്കണമെന്ന്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പരീക്ഷ വെക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ എനിക്ക് ജോലി തരും. തന്നെയല്ല, അപ്പോഴേ ഇവൾ പറയും, ഞാനങ്ങനെ മാതാവിനോട് പറഞ്ഞത് ശരിയല്ല, പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്ന അത്രയും സ്വാതന്ത്ര്യമായ ആളിന്. അതാണ് വിഷയം, അത്രയും സ്വതന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരീക്ഷ വന്നപ്പോൾ എന്ത് ചെയ്ത്, അവൾ പഠിച്ച സ്കൂളിൽ തന്നെ പരീക്ഷ വെച്ച്. അതാണ് വിഷയം. അതായത് അവൾ അവസാനം പഠിച്ചിറങ്ങിയ സ്കൂളിൽ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി, അവിടെ തന്നെ അവൾക്ക് പരീക്ഷ വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങളെ ഓർക്ക് ഞാനീ പറഞ്ഞ മാതാവിനിങ്ങനെ വട്ടം വരെ വെച്ച് എൻ്റെ തലയിരിക്കണ പരിപാടികളെല്ലാം നേടിയെടുക്കുക, അങ്ങനെയല്ല. ഈ ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഹൃദയശുദ്ധിയുള്ളവരെങ്ങനെയാണ് ദൈവത്തെ കാണുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവരുടെ ഭാഗം കറക്റ്റാണ്. അവരുടെ ഭാഗം കറക്റ്റായിട്ട് അവർ ചെയ്യണത്. അപ്പോഴും മാതാവ് പറയും, നീ സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ട് പറയും, നീ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തോ, നീ പറയണ കാര്യങ്ങൾക്ക് ഒരു മാറ്റമില്ല, ഞാൻ ചെയ്തു തരുമെന്ന്. നീ പറയണ കാര്യങ്ങൾക്കൊരു മാറ്റമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കട്ടിയുള്ള പരിപാടിയാണ്. കാര്യം പിൻവാതിൽ ഇവന് ഇടയ്ക്ക് ആൾക്കാർ ഉന്തിക്കയറ്റണതും അവസാന റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാതിരിക്കണതൊക്കെ PSCയുടെ ഒരു ആൾക്കാരുടെ കണ്ണുനീരാണ്. അപ്പോൾ ഇവർ എനിക്കത് കിട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ല. നീ നോക്കിയേ, മാതാവിനോട് പറയും, നീ നോക്കിയേ, 10 രൂപയാണ് ഞാൻ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കണത്. കാര്യം എന്താ? ഞാൻ പോലും വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കണത്. എനിക്ക് വരുമാനമില്ല. അമ്മയോട് അവൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തം അമ്മയോട് സംസാരിക്കണതിനേക്കാളും അമീക്കബിളായിട്ടാണ് സംസാരിക്കണത്. ഞാൻ 10 രൂപയാണ് ആൾക്കാർക്ക് ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് വിധവയുടെ ചെല്ലിക്കാശ് പോലെ, വിധവയെന്നൊക്കെയാണ് അവർ പറയണത്, ഒരു വിധവയുടെ ചെല്ലിക്കാശ് പോലെയാണ് ഞാൻ 10 രൂപ കൊടുക്കുന്നത്. അത് വീട്ടിൽ എനിക്ക് ചിലവിന് തന്നത് മിച്ചം പിടിച്ചിട്ടാണ് ഞാൻ 10 രൂപ പാവപ്പെട്ടവരെ കൊടുക്കണത്. പക്ഷെ നീ എനിക്ക് ജോലി തന്നാൽ എനിക്ക് ആരുടെ കയ്യിൽ മുമ്പ് കൈ നീട്ടണ്ട, ഞാൻ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ദാനധർമ്മം ചെയ്യും. അത് നിനക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജോലി ഉറപ്പ് വരുത്തണം നീ.
എനിക്ക് 1-ാം റാങ്ക് വേണമെന്ന്. പോരെ? അപ്പം കേൾക്കുമ്പോൾ നമുക്ക് ചാബല്യമെന്ന് തോന്നും. അവർ തമ്മിലുള്ള റിലേഷൻസ് വേറെ ലെവലിലാണ് പോണത്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചാബല്യം തോന്നുന്നത്. നമുക്കതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റാത്ത കാരണം റിലേഷൻസിൻ്റെ പ്രശ്നമാണ്. അവർക്ക് സ്വന്തം അമ്മയോ ആണെന്ന് കണ്ടാൽ അമ്മയോട് എന്തെല്ലാം തോന്നിയ മാസം പറയും. തോന്നിയ മാസം ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരോടാണ് അത് പറയണത്? അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയണ കാര്യം തോന്നിയ മാസമാണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മളത് ആരോട് പറയണത്? അമ്മയോട് പറയും. വേറെ ആരുടെ അപ്പനോടോ ഭർത്താവിനോടോ ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ വേറെ ആരോടും പറയത്തില്ല. മാമക്കളാണെങ്കിലും എന്ത് തോന്നിയ വാസങ്ങളും ചിലപ്പോൾ അമ്മയോട് പറയുമ്പോൾ അവരെ തള്ളേന്നും വിളിക്കും. അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. തള്ളേന്ന് മരുമകൾ വിളിച്ചാൽ ചിലപ്പോൾ അവളെ വെട്ടിയെടുത്ത് വീട്ടിൽ പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ ആമകൻ വിളിക്കും, തള്ളേ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ന് പറയും. പക്ഷെ അവർക്ക് തമ്മിലറിയാം ആ തള്ളയെ വിളിയുടെ ഉള്ളിലുള്ള ഒരു ആന്തരികത, അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തോന്നിയവാസമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും രണ്ടുപേർക്കും പ്രശ്നമില്ല. തള്ളേന്ന് വിളിക്കട്ടെ, അമ്മക്കും പ്രശ്നമില്ല, വിളിച്ച മകൾക്കും പ്രശ്നമില്ല. അപ്പോൾ അത്ര ഒരു ബന്ധമാണത്. ആ ബന്ധത്തിൻ്റെ ഇടയിലാണ് ഇവിടെ പറയുന്നത് എനിക്ക് 1-ാം റാങ്ക് വേണമെന്ന് പറയും. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? എന്നിട്ട് പറയും, നീ എനിക്ക് 1-ാം റാങ്ക് തന്നാൽ ഞാനൊരു പണി ചെയ്യും. ഞാൻ നിൻ്റെ പടം എടുത്ത് ഫ്ലക്സിൽ വെച്ചിട്ട് തെങ്ങ് വരച്ച് കയറ്റി വെക്കും. നീയാണ് ഇവർ തമ്മിലുള്ള ഡയലോഗ് ഭയങ്കര രസമാണ്. നീ എനിക്ക് 1-ാം റാങ്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ നിൻ്റെ പടം പച്ച വെക്കും. കൃപാസനം മാതാവ് നീതുവിന് ചെയ്ത അനുഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ തെങ്ങ് വരച്ച് കെട്ടിയിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയത്തുള്ളൂ എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലെ ഡയലോഗ് ഈ രീതിയിലായത് കൊണ്ട് അമ്മ അവൾക്ക് എന്ത് ചെയ്യും? റിസൾട്ട് വന്നപ്പോൾ കൂട്ടുകാരോട് വിളിച്ച് ചോദിക്കണത്, നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കണത്? നിനക്കാണല്ല 1-ാം റാങ്ക് എന്ന്. അതെന്ന് വെച്ചാൽ അത് ആ രീതിയിലൊരു ഉടമ്പടിയിലൂടെ അമ്മയുമായിട്ട് ആ ഒരു ബന്ധത്തിലായി ശരിക്കും. ഇതാണ് ഇത്തരം ജനലക്ഷങ്ങളാണ് കൃപാസനത്തിൻ്റെ ആസ്തിഭദ്രത എന്ന് പറയണത്. അതുകൊണ്ടാണ് ഓരോരുത്തർ കിടന്ന് കുരക്കുമ്പോൾ ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ മിണ്ടത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയണത് ഇങ്ങനെ അമ്മയുമായി ആത്മബന്ധമുള്ള, അതിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച 10,000 അതിൻ്റെ അകത്ത് വന്നിരിക്കണേ, ഇതിനകത്ത് നിലനിൽക്കണത്. അത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങളിങ്ങനെ അമ്മയെ വട്ടം വരച്ച് ഓരോ കാര്യം സാധിക്കണമെന്നല്ല പറയണതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ബന്ധം എക്സ്ട്രാ, അതായത് നമ്മളെ ഒന്ന് വായിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ 6:10 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ജ്ഞാനം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അതാ വിഷയം. അതാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ. വിശുദ്ധമായ കാര്യം ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും അനുഭവം കൈമാറുക, അത് വിശുദ്ധമായ കാര്യമാണ്. അവളത് വിശുദ്ധിയോടെ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ആ കിട്ടുന്ന ആളിന് പ്രയോജനം ഉണ്ടാകണം. കാര്യങ്ങൾ വിശുദ്ധമായി ചെയ്യുന്നവരെ എന്ത് വരുമെന്നാ പറഞ്ഞിരിക്കണേ? വായിച്ച് എന്താ പറഞ്ഞിരിക്കണത്? വിശുദ്ധരാകും. അവർ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ക്രിസ്തുവിനെ കണ്ടെത്തും എന്നാ പറയണത്. ഈ പറയുന്ന കാര്യം വിശുദ്ധിയോടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവര് രക്ഷ കണ്ടെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടെത്തും. അടുത്ത വചനം എന്താ? എന്റെ വചനങ്ങളിൽ എന്ന് പറഞ്ഞ എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്തെന്നും ചിന്തിച്ച അവസ്ഥയിൽ കൃപാസനം മാതാവും തിരുക്കുമാരനും വഴി നടത്തിയ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എൻ്റെ പേര് അനു ജിജോ. ഞാൻ സെൻറ്റ് പോൾ ചർച്ച് വേഴപ്രയിൽ നിന്ന് വരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി സമയത്ത് എനിക്ക് 2 പെൺമക്കളായിരുന്നു. 2018 ഒക്ടോബർ 10 എൻ്റെ മൂത്ത മകൾ സഡൻ ഡെത്ത് അവൾക്ക് സംഭവിക്കുകയാണ്. രാവിലെ അവൾ എഴുന്നേറ്റ് വന്നു. സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു.
കൊറോണറി ആർട്ടറി എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മരണം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഈ കൃപാസന മാതാവിനോട് ഒരുപാട് വഴക്കിട്ടുകൊണ്ടാണ് ഇരുന്നത്. എൻ്റെ ആ കുഞ്ഞ് മരിച്ച ആ ഒരു ദിവസമൊക്കെ മരണമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ, ഇനി എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും, ഇനി എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും, എൻ്റെ ജീവിതം ഞാൻ ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാതാവിനോട് വഴക്കിട്ടും തല്ലുപിടിച്ചും ഒക്കെ ഇരുന്നു. കാരണം ഞാൻ അവസാനമായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നത് മാതാവിൻ്റെ ഈ നടയിലാണ്. ഞാനപ്പോൾ ചോദിച്ചു, മാതാവേ, എന്നിട്ട് പോലും ഒന്ന് വിളിക്കാനുള്ള ഒരു സമയം പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ മാതാവിനോട് ഓരോന്നും പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പദം പെറുക്കിക്കൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നെ കാണിച്ചു തരികയാണ്. വളരെ സുന്ദരിയായിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിറകുകളൊക്കെ വിരിച്ചിട്ട് ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ അതുവരെയും കണ്ടിട്ടില്ല, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് ആ കണ്ട ഒരു നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞ് എവിടെയോ സേഫാണ്, അല്ലെങ്കിൽ അവൾ എത്തേണ്ടിടത്ത് എത്തി, അവളെക്കുറിച്ച് ഞാനിനി ഒരു ടെൻഷനും അടിക്കേണ്ട എന്നൊരു മനസ്സിലൊരു ആശ്വാസം അല്ലെങ്കിൽ നിറവ് എനിക്ക് തമ്പുരാൻ തന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ സഹനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പിന്നീട് ജീവിതം പഴയപടി തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഓരോ കാര്യങ്ങൾ പലരെയും ഫേസ് ചെയ്യണം, പലരോടും സംസാരിക്കണം, എനിക്ക് ഓഫീസിൽ പോകണം, ജോലി ചെയ്യണം, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം, എല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. നീല മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കരയുമായിരുന്നു. ഒരു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെ, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ഈ മാതാവിന് മുമ്പിൽ കണ്ണീരോടെ ഒരുപാട് തവണ ഒരുപാട് ദിവസങ്ങൾ ഞാനിങ്ങനെ ചെലവിട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ തമ്പുരാൻ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെയും ഓരോരുത്തർ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയും, അടുത്തൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുക, അപ്പോൾ നിങ്ങളുടെ ജീവിതം എല്ലാം ശരിയാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞെന്ന് പറയുന്നത് പറയുന്നവരോട് എനിക്ക് ദേഷ്യമായിരുന്നു, പക്ഷേ പുറത്ത് കാണിക്കത്തില്ല. എന്നാലും അതിലേറെ പേടിയായിരുന്നു എനിക്ക്. ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി മാതാവ് ഇനി വെച്ചിരിക്കുന്നത്, ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവേ, അതുകൊണ്ട് ഇനി എൻ്റെ കുഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും ജീവിതത്തിൽ ഒരർത്ഥമില്ലാതെയായി. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന പതിയെ മനസ്സുകൊണ്ട് പതിയെ ആഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2021 നവംബർ 22 ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ പേടിയോടെയാണെങ്കിലും ആദ്യത്തെ നിയോഗം വെച്ചത്, മാതാവേ, എനിക്ക് ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. എന്നിട്ട് ഞാൻ അതിനൊരു ക്ലോസ് വെച്ചു, മാതാവേ, പുതിയ സഹനമോ അല്ലെങ്കിൽ പുതിയ വേദനയോ ആണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ അതിലിങ്ങനെ എഴുതിയും വെച്ചു. പ്രിയമുള്ളവരെ, ഞാൻ 2022 പ്രഗ്നൻ്റായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് ആയി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവ്, എനിക്ക് നല്ലതൊന്നും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, സഹനങ്ങളോടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കും, എനിക്കിനി ഒരു കുഞ്ഞിനെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. ആ അബോഷനായ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനിയൊരു കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിനക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്, ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, പിന്നെ നിനക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ 12 വർഷമായി. അപ്പോൾ ഇനിയൊരു കുഞ്ഞ് ഉണ്ടായാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കേണ്ട എന്ന് തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഞാൻ ഫൈബ്രോയിഡിൻ്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, 2 സ്കാൻ അടുപ്പിച്ച് നോക്കാം, ഇത് എങ്ങനെയാണ് മെഡിസിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി തൈലം എന്ന് ഞാൻ വയറിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ തേനും ഉപ്പും ഉള്ളിലേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞോ അല്ലെങ്കിൽ വിഷമിച്ചോ നിന്നിട്ടില്ല. ഈ അമ്മയുടെ മുന്നിൽ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ്
രണ്ടാമത്തെ സ്കാനിങ്ങിന് ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിനക്ക് എന്താണ് ഇന്ന് എന്നോട് പറയാനുള്ളത്, അത് ഈ ഡോക്ടറിലൂടെ എന്നോട് പറയണം. മെഡിസിൻ എടുത്ത് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും, കുഴപ്പമില്ല, സാധാരണ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയും. എന്താണ് നീ എന്നോട് പറയേണ്ടത്, അത് ഇന്ന് ഡോക്ടറിലൂടെ എന്നോട് പറയണം എന്ന് പറഞ്ഞു. ഞാൻ സ്കാനിങ്ങിന് കയറി. ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ തട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ, നിൻ്റെ യൂട്രസ് ഒരു കുഞ്ഞിനെ ക്യാരിങ് ആവുന്നതിൽ ഓക്കെയാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൂടാ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു, ഈ ഫൈബ്രോയിഡ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് പോയി. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ, ഫൈബ്രോയിഡ് സിസ്റ്റ്? അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അതൊക്കെ നോർമലാണ്, അതൊന്നും കുഴപ്പമില്ല പിന്നെ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി. നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ക്യാരിങ് ആയി. ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴെല്ലാം എൻ്റെ ആശ്രയം ഈ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് വിഷമം വന്നാലും ഓടി വന്ന് ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും, അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ, തേനും ഉപ്പും സേവിക്കും. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മരുന്ന് ആ സമയത്ത്. അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. പക്ഷേ എല്ലാത്തിലും ഞാൻ ആശ്രയിച്ചിരുന്നത് ഈ ഉടമ്പടി വസ്തുക്കളെ തന്നെയാണ്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ കുഞ്ഞ് മരിച്ചത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ 10-ാം തീയതിയാണ്. ആ സെയിം മാസം തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ എൻ്റെ കൃപാസനം മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എന്നെക്കൊണ്ട് പറയാവുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട്. അത് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുക ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ആവശ്യമുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തി എൻ്റെ മുൻപിൽ ആവശ്യമായിട്ട് വരുന്നവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയാറില്ല. അതുപോലെ തന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് തമ്പുരാൻ്റെയൊക്കെ അടുത്തായിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും, തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഉടനെ തന്നെ അപ്പം തന്നെ ക്ഷമിക്കണേ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഈ ഉടമ്പടിയാണ്. അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്ത് വിഷമം ആയിക്കോട്ടെ, എന്ത് സങ്കടം ആയിക്കോട്ടെ, എന്ത് വേദന ആയിക്കോട്ടെ, എല്ലാം മാതാവിൽ അർപ്പിച്ച് ഈശോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്നും ഫലമുണ്ടാകും, അതിനൊരു ഉത്തരം ഉണ്ടാകും. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെയൊക്കെ പിന്നെ വിലയിരുത്തുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അത് അനുഭവം കിട്ടിയവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു വലിയ അനുഗ്രഹം ഈ നടയിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമായി അമ്മ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. അതുപോലെ സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പും പറയുന്നു. എൻ്റെ പേര് ദീപ ബിൻസൺ. ഇതെൻ്റെ മകൻ ആൽഡ്രിൻ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 10-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2-ാം തീയതി എൻ്റെ മകനെ വയറുവേദനയെ തുടർന്ന് ലക്ഷോർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുകയും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ സംശയത്തെ തുടർന്ന് CT സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ വലതുവശത്തെ കിഡ്നി ട്യൂബ് ബ്ലോക്കാണെന്നും വലതുവശത്തെ കിഡ്നി വർക്ക് ചെയ്യണില്ലെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് സ്റ്റണ്ട് ഇട്ടതിന് ശേഷം DTPA ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അത് 15% മുകളിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം അത് പൈലോപ്ലാസ്റ്റ് ചെയ്ത് ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. 15% വർക്കിംഗ് ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ്, വലതുവശത്തെ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് ഞങ്ങൾ വളരെ പ്രയാസത്തോടെ ഫെബ്രുവരി 9-ാം തീയതി
കൃപാസനത്തിൽ വരികയും ഉടമ്പടി പുതുക്കി ഇവിടെ അച്ഛനെ കണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ ചെന്ന് ഞാനും മകനും അവൻ്റെ പപ്പയും ചേർന്ന് രാവിലെയും വൈകിട്ടും മുട്ടിപ്പായി ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി DTPA ടെസ്റ്റ് നടത്തിയപ്പോൾ 25% മുകളിൽ വർക്കിംഗ് ആണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിനുശേഷം പൈലോപ്ലാസ്റ്റ് ചെയ്ത് ബ്ലോക്ക് മാറ്റുകയും ഇവന് യാതൊരു വിധ കുഴപ്പവുമില്ലെന്നും കിഡ്നി പൂർണ്ണമായും വർക്കിംഗ് ആയെന്നും പറയുകയുണ്ടായി. ഇത് മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഒത്തിരി പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സഹായിക്കുകയും ഞങ്ങൾക്ക് നിലഭൂമിയായിട്ട് പോലും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി കിട്ടുകയും ചെയ്തു. ഇതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് അനാഥർക്ക് ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിതരണം നടത്തി എൻ്റെ മകൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ചെന്ന് കുർബാന കൂടുകയും കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട്. പ്രാർത്ഥനയും മുടക്കാറില്ലായിരുന്നു. ഇതിലൂടെ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുവാനും പൂർണ്ണമായി മാതാവിനെ വിശ്വസിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇതിനെല്ലാം മാതാവിനും ഈശോകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽഡ്രിൻ. ഞാൻ കുമ്പളത്തുനിന്ന് ആണ് വന്നത്. അപ്പോൾ എനിക്കിതേപോലെ എൻ്റെ മമ്മി പറഞ്ഞ പോലെ എനിക്ക് കിഡ്നിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ജനറ്റിക്കലായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേന വരുമായിരുന്നു. അപ്പോഴത്തേക്കും ആ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് കയറിയാണ് ആ ഇതിൽ വിടുമായിരുന്നല്ല, വെറുതെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേന തുടങ്ങി. ഭയങ്കര വേന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തോളം ഭയങ്കര വേനയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഗ്യാസിൻ്റെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ലക്ഷോറിൽ ചെന്നിട്ട് കാണിക്കണത്. ഇത് ലക്ഷോറിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ CT സ്കാൻ എടുക്കണം, എൻഡോസ്കോപ്പി. ഞാൻ അന്നാണ് അറിയണം ഇങ്ങനത്തെ സ്കാനിങ് ഉണ്ടെന്ന് തന്നെ അറിയണത് അന്ന്. അപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് ഇതെല്ലാം സ്കാനിങ്ങും ചെയ്യിപ്പിച്ച്. സ്കാനിങ് ചെയ്യിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി ഇങ്ങനെ ഇതായിരിക്കണേണ്. ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ അറിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് മനസ്സിലാകണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രി പിറ്റേ ദിവസം എനിക്കൊട്ടും അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഉറങ്ങാൻ പറ്റാണ്ടായ ദിവസം തന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് കുത്തി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ ആരോടൊന്നും പറയാനും പറ്റണില്ല. മൊത്തത്തിൽ എല്ലാം തകർന്നൊരവസ്ഥ. കിഡ്നി പോയി എന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പറ്റണില്ലായിരുന്നു. അന്ന് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് നീ പേടിക്കുകയൊന്നും വേണ്ട. മമ്മി പറഞ്ഞു നീ പേടിക്കുകയൊന്നും വേണ്ട, നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കരച്ചിലൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞ് എല്ലാം മാറും, പ്രശ്നമൊന്നുമില്ല, എന്താണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് മമ്മി എല്ലാം കണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇവിടെ വരാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ മമ്മി നേരത്തെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വെച്ചായിരുന്നു. അപ്പം ഞാൻ മമ്മീനോട് പറയും മമ്മിക്കൊന്നും വേറെ പണിയില്ല എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ ഇങ്ങനെ പറയും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആരെങ്കിലും മറ്റേ തോമാസ്ലിയാനെ പോലെയാണ്, തൊട്ടറിയണം, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുള്ളൂ. മനുഷ്യരായ അങ്ങനെയാണ്, എല്ലാം എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കും, ഇങ്ങനെയാണെന്ന് പഠിക്കുള്ളൂ. അപ്പോഴത്തേക്കും എനിക്കും ഇവിടെ വന്നിട്ട് എനിക്ക് ഇതില്ല. ഞാൻ പറയണത് ശരിയാവാനൊന്നും പോകണമെന്നില്ല, ഇതെങ്ങനെ ശരിയാവാനാണെന്ന് ഞാൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പം എന്നോട് മമ്മി പറഞ്ഞ് ഇല്ലടാ എല്ലാം ശരിയാവും, അച്ഛനെ കണ്ടാൽ മതി, എല്ലാം ശരിയാവട്ടെന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ടീമായിരുന്നു ഞാൻ. എന്നിട്ട് ഇതറിഞ്ഞോടെ എനിക്കെന്താണെന്നറിയാൻ പാടില്ല, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി തുടങ്ങി. ഒരു 3 മാസത്തോളം പള്ളി എല്ലാ ദിവസവും നാട്ടുകാർ ചോദിച്ചു തുടങ്ങി നീ എന്താണ് ഫുൾ ടൈം പള്ളിയിലാണുള്ളതെന്ന്. ഞാനിങ്ങനെ പള്ളിയിലോട് രാവിലെ പള്ളിയിൽ പോകുന്നു, എല്ലാം രാത്രി പ്രാർത്ഥന വരുന്നു, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. മമ്മി നേരത്തെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. മമ്മി എന്തൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം പോലെ ഞാൻ ഇവിടെ ഇരുന്ന് പേടിച്ച എന്നോട് അച്ഛൻ പറഞ്ഞ് നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം, എനിക്കെങ്ങനെ പറയണത്, പക്ഷേ ഞാനിതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് എടാ എല്ലാം ശരിയാകും, നീ പേടിക്കാനൊന്നും വേണ്ട,
ഞാൻ അന്ന് ഇവിടെ വെച്ച് ഒരു ചേച്ചീനൊക്കെ ഉണ്ടായിരുന്നു. ആ ചേച്ചീനെ എനിക്ക് അറിയത്തോലുമില്ല. ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ്, എടാ എല്ലാം ശരിയാവും, നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ ഇതെല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ആരാന്ന് പോലും അറിയില്ല ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞ്, എന്താണ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്. ഞാനപ്പോൾ അന്ന് ആ ദിവസം എന്താണ് ആ ചേച്ചിനെ വിളിച്ചില്ല. എനിക്ക് അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ചത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 3 മാസം കറക്റ്റായിട്ട് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത്. ഞാൻ പക്ഷേ പത്രമൊന്നും കൊടുക്കാൻ പറ്റില്ല, അതെല്ലാം എൻ്റെ മമ്മിയാണ് ചെയ്തേക്കണത്. എല്ലാം എൻ്റെ മമ്മിയാണ് ഞാൻ ചെയ്തേക്കണത്. എനിക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ഒന്നില്ലെങ്കിൽ ഫുൾ ടൈം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ കറക്റ്റായിട്ട് എഴുന്നേക്കും. 10 മണിക്ക് എഴുന്നേറ്റ് തന്നെ ഞാൻ 5:30 എഴുന്നേറ്റ് തുടങ്ങി. അന്ന് മുതൽ 5:30 എഴുന്നേറ്റ് തുടങ്ങി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് ചെയ്ത് അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ്, ഇനി DTP എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോഴത്തേക്കും അത് ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങി. ചിലപ്പോൾ റെഡിയാവും, പ്രാർത്ഥിച്ചാൽ ഇത്രയും പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ച് കിട്ടണുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ എന്താണെന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചായിരിക്കണത്. അത് കഴിഞ്ഞിട്ട് എന്നോട് എന്താണ് ഡോക്ടർ പറഞ്ഞ്, നിനക്ക് 15% കാണിക്കണം, അല്ലെങ്കിൽ നിൻ്റെ റൈറ്റ് സൈഡിലെ കിഡ്നി എടുത്ത് കളയണം. ഡോക്ടർ ഇതൊക്കെ സിമ്പിളായിട്ട് പറയണം, എൻ്റെ കിഡ്നിയാണ് അത് വേറെ കാര്യം. ഡോക്ടർ എല്ലാം സിമ്പിളായിട്ട് പറയണം, അത് ഒരു കിഡ്നി അല്ലേ, അത് നിനക്ക് ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുക. എനിക്കും അതേ പറ്റില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് 2 കിഡ്നിയും വേണം, അല്ലാണ്ട് ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞിടാം. അപ്പോഴത്തേക്കും ആ കറക്റ്റ് ആ സമയം ആ 1 മണിക്കൂർ ടെൻഷൻ അടിച്ചില്ലേ, ഇല്ലാണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ്, എടാ ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ല, 25% ഉണ്ട് നിൻ്റെ കിഡ്നിയുടെ, ഇത് 15%. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 15%-എങ്കിലാണ്, പക്ഷെ നിനക്ക് 25%-ഓളം ഇത് കണ്ടെന്ന് പറഞ്ഞ്. ഇത്രയൊക്കെ പറഞ്ഞ അതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം സത്യം പറഞ്ഞാൽ. എനിക്കിപ്പോൾ പോലും ഇത് ഞാനെങ്ങനെ പറയണത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അച്ഛൻ എന്നെ ഇവിടെ ഇരുന്നിട്ടില്ല, കളിയാക്കണായിരുന്നു ഇത്രയായിരുന്നു, നീ ഇങ്ങനെയാണ് ഇത് പറയാൻ പോണെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, മാതാവിൻ്റെ അനുഗ്രഹമല്ല, എല്ലാം നല്ലപോലെ. ഇപ്പം എനിക്ക് 1 വർഷമായി കറക്റ്റ്, ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ വർക്കൗട്ടും ചെയ്യണ്ട്, എല്ലാം ചെയ്യണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എല്ലാത്തിനും നന്ദി.